ആൾട്രോസ് റേസറിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ടർബോ എഞ്ചിൻ വരുന്ന ടെസ്റ്റ് ഡ്രൈവ് ആണ്. അത് 15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റുകളൊന്നും പറ്റിയിട്ടില്ല. പുത്തൻ വണ്ടി, അത്യാവശ്യം നല്ല വിലക്കുറവിൽ എടുക്കാവുന്ന ഒരവസരമാണ് അല്ലേ? ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരു ബേസ് പ്രൈസ് ഇടും. ആദ്യം ശ്രീറാം ഒരു ബേസ് പ്രൈസ് ഇടും. ഡീസൽ 2010 ഇത് റീടെസ്റ്റ് കഴിഞ്ഞതാണ്. ഇത് വെർണ ട്രാൻസ്ഫോം എന്ന് പറയുന്ന കാറാണ്. ഇത് നോർമൽ വെർണയല്ല. പെട്രോളോ ഡീസൽ? ഡീസൽ. 2013 ഹോണ്ട അമേസ് മുത്തൂറ്റിൻ്റെ പേരിലുള്ള വാഹനമാണ്. ഇതൊരു സർവീസ് സെൻറ്ററിൽ, ഹോണ്ടയുടെ സർവീസ് സെൻറ്ററിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം അയിത്തിൽ എന്ന് പറഞ്ഞ ഭാഗത്താണ്. കൊല്ലം ജില്ല അയിത്തിൽ എന്ന് പറഞ്ഞ ഭാഗത്താണ്. യൂസ്ഡ് വണ്ടിയുടെ വീഡിയോ ആണെങ്കിൽ പോലും ഇതിനകത്ത് വേറെ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇയറിൻ്റെ ഇത് ബേസ് ചെയ്ത് വണ്ടി കിടന്നു പോയി, അപ്പം നമുക്ക് പെട്ടെന്ന് വിറ്റ് തീർക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ ലേലം കൂടിയാണ് മക്കളെ, ലേലം. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അതിൽ തന്നെ യൂസ്ഡ് കാസുകളും ഉണ്ട്. അപ്പോൾ ഒട്ടും ഓടാത്ത വണ്ടികളും ഉണ്ട്, ഓടിയ വണ്ടികളും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല നല്ല വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കുള്ള ഒരു ലേലത്തിൻ്റെ വീഡിയോയും കൂടിയാണിത്. ഇത് വെറും ഒരു യൂസ്ഡ് കാറിൻ്റെ വീഡിയോ മാത്രമായിട്ടല്ല, ലേലമാണ്. പക്ഷേ ഇത് ട്രൂ വാല്യൂ ലേലമല്ല, ഇത് ടാറ്റയുടെ വകയായിട്ട് വരുന്ന ലേലമാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരും ലേലത്തിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നവരും വിളിച്ചോ. 17-ാം തീയതിയോ 18-ാം തീയതിയോ ആണ്. അപ്പോൾ ഇനി ദിവസങ്ങളില്ല, എത്രയും പെട്ടെന്ന് വിളിക്കുക, കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോവുക. വണ്ടികളെല്ലാം നല്ല കിടിലായിട്ട് കിടപ്പുണ്ട്, ഒട്ടും ഉപയോഗിച്ചിട്ടില്ല, കിലോമീറ്റർ പോലും ഓടാത്ത വണ്ടികൾ വരെ യൂസ്ഡ് കാറിൻ്റെ രീതിയിൽ നമുക്ക് കൊണ്ടുവന്നു. അത്യാവശ്യം 3 ലക്ഷം 4 ലക്ഷം രൂപയൊക്കെ നല്ല ഡിഫറൻസ് ഇട്ടാണ് കച്ചവടം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നീ എടുക്കാൻ വരുന്നവർക്കൊക്കെ നല്ല ലാഭമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആയിരിക്കും അല്ല, ആണ്, അതങ്ങനെ ആണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികൾ, കിടക്കുന്ന വണ്ടികൾ തോനെയില്ല, കുറച്ച് വണ്ടികളുണ്ട്. അപ്പം ജസ്റ്റ് അങ്ങനത്തെ വണ്ടികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ബാ. അപ്പോൾ ഉന്മേഷ് സാറേ, നമസ്കാരം. നമ്മളിപ്പോൾ കുറച്ച് നാളിന് ശേഷം വീണ്ടും നമ്മൾ വീഡിയോ ആയിട്ട് വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതും ഇതുപോലെയായിരുന്നു, അതായത് പുത്തൻ വണ്ടികൾ, ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ, ആ രീതിയിലുള്ള വണ്ടികളുടെ ആയിരുന്നു വന്നത്. ഇപ്രാവശ്യവും ആ ടൈപ്പ് തന്നെ മേള എന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണോ? മേളയല്ല, ഇത് ലേലമാണ്. 17-ാം തീയതിയാണ് ലേലം. ഡിസംബർ 17-നാണ് ലേലം കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ശ്രീറാമാണ് അത് അണ്ടർടേക്ക് ചെയ്യുന്നത്. അവരുടെ അണ്ടറിലായിരിക്കും ലേലം വരുന്നത്. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം വന്ന് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ലേലത്തിൽ അറ്റൻഡ് ചെയ്യാം. ഏതാണ്ട് 36 വണ്ടികൾ. 36 വണ്ടിയുണ്ട്. ഓക്കെ. ഈ കിലോമീറ്ററൊക്കെ അത്യാവശ്യം ഓടിയ വണ്ടികളായിരിക്കും അതോ? കിലോമീറ്റർ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളെല്ലാം കിലോമീറ്റർ ഓടിയ വണ്ടികളാണ്. ഒരു 30,000 to 40,000 കിലോമീറ്റർ ഓടിയതാണ്. അതിനകത്ത് കിലോമീറ്റർ ഓടാത്തത് ഏജിങ് കാർസേ ഉള്ളൂ. 2024 ഒരു 9 വണ്ടിയോളം ഏജിങ് വണ്ടികളുണ്ട്. അത് കിലോമീറ്റർ ഓടാത്ത വണ്ടി. അത് ന്യൂ കാറിൻ്റെ എല്ലാ വാറണ്ടിയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് നല്ല വ്യത്യാസം, ഒരു 2 തൊട്ട് 4 ലക്ഷം ഒരുപാട് താഴും അല്ലേ? 4 ലക്ഷം രൂപയുള്ള ഡിഫറൻസ് വരും വണ്ടികൾ. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇതൊരു സുവർണാവസരം. ഒരു ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ 0 ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാം. പിന്നെ 0 ഡൗൺ പേയ്മെൻറ്റ് കിട്ടും. എല്ലാ വണ്ടികളും 0 ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. പിന്നെ ഇതിൽ ചില വണ്ടികളുണ്ട്, അത് അതാണ്ട് ഈ നെക്സോൺ EV പോലത്തെ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 ലക്ഷം രൂപ ന്യൂ കാറിൽ വിലയുള്ള വണ്ടികളാണ്. അത് നമുക്കൊരു 12 ലക്ഷം രൂപയ്ക്ക് അകത്തേ വില വരത്തുള്ളൂ. അതൊന്നും ഓടിയിട്ടില്ല, 40,000 കിലോമീറ്റർ റേഞ്ച് ഓടിയിട്ടുള്ളൂ. ബാറ്ററി 40 കിലോ വാട്ടിൻ്റെ 400 കിലോമീറ്റർ റേഞ്ച് പറയുന്ന വണ്ടിയാണ്. അതൊക്കെ റെയറാണ്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിലൊരു 10-12 വണ്ടിയല്ലേ കാണിക്കാൻ പറ്റുമോ? ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇനി അറേഞ്ച് വരാനുള്ളതല്ലേ. ഡിസ്പ്ലേയിൽ കിടക്കുന്ന വണ്ടികളുണ്ട്. ഒരു 10 വണ്ടിയോളം ഇനി വരാൻ. ടാറ്റയുടെ വണ്ടികൾ മാത്രമേ ഉള്ളവരെ? അല്ലല്ല, നമ്മുടെ യൂസ്ഡ് കാറിൽ മറാസോ, മഹീന്ദ്രയുടെ മറാസോ ഉണ്ട്. പിന്നെ ഹ്യുണ്ടായി വെർണയുണ്ട്. വീഡിയോയിൽ ഇപ്പോൾ ഇതൊക്കെ ഉള്ളൂ. പക്ഷെ അല്ല, ഞാൻ പറഞ്ഞ 36 വണ്ടിയിൽ വേറെയും കമ്പനികളുടെ വണ്ടികളില്ല? എല്ലാം ഉണ്ടല്ലോ. അതായത് യൂസ്ഡ് നമ്മൾ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികൾ എല്ലാം മൾട്ടി ബ്രാൻഡാണ് വരുന്നത്. അതെല്ലാം കാണും. പിന്നെ ഉള്ളത് ടാറ്റ വണ്ടികളാണ്, പുതിയ വണ്ടികളും ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളും ഉള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. ഇത് കർവ് പെട്രോൾ വേരിയൻ്റ് ആണ്, ഏറ്റവും ടോപ്പ് വേരിയൻറ്റ്. മാനുവൽ. ഇതെന്തോ ഓടിയിട്ടുണ്ടാവും? മാനുവൽ വേരിയൻ്റാണ്. ഇത് 0 കിലോമീറ്റർ പുതിയ വണ്ടിയാണ്. ഇത് ഏതാണ്ട് 330 ദിവസം പഴക്കമുള്ള വണ്ടിയാണ്. 330 ദിവസമേ ഉള്ളൂ പഴക്കം? അതെ. 0 കിലോമീറ്റർ ആണ്. അപാകതകൾ പറയാനൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ബ്രാൻഡ് ന്യൂ വണ്ടി. ഇത് പുതിയ വണ്ടി 18 ലക്ഷം രൂപ
വിലയുള്ള വണ്ടി വില വരുന്നുണ്ട്. പാനോറാമിക് സൺറൂഫ് വരുന്ന വണ്ടിയാണ്. ഇത് മൈലേജ് എന്താ കാണും? കമ്പനി മൈലേജ് 17-18 റേഞ്ചിലായി. ആ റേഞ്ചാണ്. പുത്തൻ വണ്ടി, അത്യാവശ്യം നല്ല വിലക്കുറവിൽ എടുക്കാവുന്ന ഒരവസരമാണ് അല്ലേ? ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇതൊരു ബേസ് പ്രൈസ് ഇടും ആദ്യം. ശ്രീറാം ഒരു ബേസ് പ്രൈസ് ഇടും. ബേസ് പ്രൈസ് ഇട്ടിട്ട് അതിൽ നിന്നായിരിക്കും വില സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബേസ് പ്രൈസിൽ വേറെ വിളിക്കാൻ ആളില്ല, ബേസ് പ്രൈസിൽ വരുന്നതെങ്കിൽ നമ്മളിത് വെയിറ്റിങ്ങിൽ ഇട്ടിട്ട് വേറെ ഏതെങ്കിലും വണ്ടിയുടെ മാർജിൻ കയറി വരുവാണെങ്കിൽ ഇത് സെയിലാക്കും. അപ്പോൾ എല്ലാം ഈ വർഷം അപ്പോൾ ഈ ഒരു മന്തിൽ ക്ലിയർ ചെയ്ത് പോകണം എന്നുള്ള കമ്പനിയുടെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വണ്ടി എടുത്തിട്ടേക്കുന്നത്. അപ്പം നല്ല വിലക്കുറവ്. ഇത് 18 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. ഇതിൻ്റെ ബേസ് പ്രൈസ് അവരിട്ടേക്കുന്നത് 14.76 റേഞ്ചിലൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഏതാണ്ട് 3.4 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. പിന്നെ അതിൽ ഒരു പ്രൈസ് ഇനിയിപ്പോൾ അതിലും താഴെ ഒരു പ്രൈസ് വരുവാണെങ്കിലും നമ്മൾ അത് വെച്ചിട്ട് വെയിറ്റിങ്ങിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്തു വിടും, അപ്രൂവൽ എടുക്കാൻ പറ്റും. ഇതും സെയിം തന്നെ, മാനുവലാണ്, പെട്രോള്, സൺറൂഫ് വരാത്ത വേരിയൻ്റ്, തൊട്ട് താഴെ. ഇതെന്തോ ഓടിയിട്ടുണ്ട്? ഇല്ല, 0 കിലോമീറ്റർ. പുതിയ കിലോമീറ്റർ. ഈ കിടക്കുന്ന കണ്ടീഷൻ ആണല്ലോ? അതെ, ഇതല്ല, ഇത് പുതിയ വണ്ടിയുടെ ഡെലിവറി, സെയിം ഡെലിവറി വരുന്നത്. സെയിം ഡെലിവറി. ഇത് പുത്തനാക്കും. ഇതൊന്നും വാഷ് ചെയ്തൊന്ന് വൃത്തിയാക്കുക എന്നുള്ളതേ ഉള്ളൂ. അതേ ഉള്ളൂ, വേറെ ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ലല്ലോ. കൊള്ളാം. ഫസ്റ്റ് ടയർ. ഇതിനകത്തൊന്നും ഞാൻ ഇനി വേറെ എടുത്ത് പറഞ്ഞ് കാണിക്കേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് പറയാൻ പറ്റുമോ? എല്ലാത്തിൻ്റെയും പ്രൈസ് ഉണ്ട്. ഞാൻ എല്ലാത്തിൻ്റെയും പ്രൈസ് നമ്മൾ എക്സൽ ആക്കി, അതായത് ഓൺ റോഡ് പ്രൈസ് ആണ് ഇപ്പം എക്സലിൽ നമുക്കുള്ളത്. അപ്പം അല്ലാതെ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് പ്രൈസ് വരുമ്പോഴത്തേക്ക് അത് അന്ന് ലേലത്തിൻ്റെ അന്നായിരിക്കും അനൗൺസ് ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് വില വരുമ്പോൾ 2.5 ലക്ഷം രൂപ, ഏകദേശം ഏറ്റവും കുറഞ്ഞത് 2.5 ലക്ഷം രൂപയെങ്കിലും കുറച്ചിട്ടിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ലേലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ കാണിക്കുന്ന വണ്ടികളെല്ലാം പുതിയ വണ്ടികൾ, അതെല്ലാം 0 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ ഞാൻ പ്രത്യേകം പറയാം, കാര്യം ഇത് ഓടാത്ത വണ്ടികളാണ് ഇതെല്ലാം. ഇപ്പോൾ കാണിച്ച 3 വണ്ടി ഫ്രഷ് വണ്ടിയാണ്. ഇത് ഓട്ടോമാറ്റിക്കാണ്. സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല, നോർമൽ തന്നെയാണ്. പിന്നെ പുത്തൻ വണ്ടി. ഇത് ഫാബ്രിക്കാണ് വരുന്നത്. ഇതും ഒരു 2-2.5-3 ലക്ഷമൊക്കെ താന്നായിരിക്കും നിൽക്കുന്നത് എല്ലാത്തിൻ്റെ. ഇതിനിപ്പം ഒരു പ്രൈസ് വരുവാണെങ്കിൽ, ഒരു കസ്റ്റമർ ഒരു പ്രൈസ് വരുവാണ്, അല്ലെങ്കിൽ വേറൊരു ഡീലർഷിപ്പിൻ്റെ ഒരു കൊട്ടേഷനായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ആ പ്രൈസും കമ്പയർ ചെയ്ത് നമ്മൾ പിന്നെ ഡിസ്കൗണ്ട് എത്ര വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ മാക്സിമം എടുത്തിട്ട് ഈ മാസം തന്നെ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് മൊത്തം ഈ കിടക്കുന്ന സ്റ്റോക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിൽക്കുന്നത് പറയാൻ പുതിയ സ്റ്റോക്കുകൾ വരുന്നു, പുതിയ സിയറ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് എടുക്കണം. അങ്ങനെ വരണം. ആൾട്രോസ് റേസറിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ടർബോ എഞ്ചിൻ വരുന്ന ടെസ്റ്റ് ഡ്രൈവ് ആകാനോ, അത് 15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റുകളൊന്നും പറ്റിയിട്ടില്ല. കിലോമീറ്റർ അതിലുണ്ടാവും. 16,274 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മാനുവൽ. ഇത് പുതിയ വണ്ടി 12 ലക്ഷത്തിന് മേളിൽ വരുന്ന വണ്ടിയാണ്. പുഷ് സ്റ്റാർട്ട് ബട്ടണൊക്കെ ആണല്ലേ? അതെ. ഇതൊക്കെ അപ്രോക്സിമേറ്റ് 7 ലക്ഷത്തിലൊക്കെ ആയിരിക്കും ഇത് സ്റ്റാർട്ട് ആവുന്നത് പ്രൈസ്. 15,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഇത്രയും വില കുറച്ച് കിട്ടുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊരു അവസരമാണല്ലേ? ടെസ്റ്റ് ഡ്രൈവ് വണ്ടി എപ്പോഴും വർത്താണ്. ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയിൽ പ്രൈസിങ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര വർത്തായിട്ടുള്ള, അതുപോലെ ഒരു ലോണിന് മാക്സിമം ലോൺ കിട്ടും, 100% ലോൺ കിട്ടും. അടുത്ത ഏതാണ്? ഇതെല്ലാം പുതിയ വണ്ടികളാണ്. ഇനിയുള്ള സ്റ്റോക്ക് ഈ കിടക്കുന്ന എല്ലാം പുതിയ വണ്ടി. ഇനിയിപ്പം ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വരാനുള്ളത് ഒരു നെക്സോൺ EV ഉണ്ട്, പിന്നെ നെക്സോൺ ഡീസൽ മാനുവലുണ്ട്. നെക്സോൺ ഡീസൽ മാനുവൽ എന്ന് രജിസ്റ്റർ ചെയ്യാത്ത വണ്ടികളാണ് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി. ഈ കിടക്കുന്ന വണ്ടികളും ഇതിൻ്റെ കൂടെ ഇനി വരാനുള്ളൊരു 10-30 വണ്ടികളുണ്ട്. ആ വണ്ടികളുമാണ് ഈ ലേലത്തിന് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനുണ്ടോ? ഇത് മഹീന്ദ്ര മറാസോ M2 എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. സിംഗിൾ ഓണറാണ്. 7 സീറ്ററാണ്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും? ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. നല്ല നീറ്റാണ്. ടാക്സി പർപ്പസിനൊക്കെ പറ്റുന്ന കാറാണ്. ഡീസലാണ്. മൈലേജ് പറയാമോ? മൈലേജ് ഒരു 17 to 18 മൈലേജ് കിട്ടുന്നുണ്ട്. എല്ലാ ടാക്സി പെർമിറ്റ്, അതാ ടാക്സി കൂടുതൽ ഇറങ്ങുന്നതേ മഹീന്ദ്രയുടെ ഈ വണ്ടിയാണ്. വണ്ടി കാണാനും കൊള്ളാം. ഈ 60 കോടി നല്ല നീറ്റാണ്. വണ്ടി വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. AC ടോപ്പ് AC വരുന്ന മോഡലാണ്. ഇതിൻ്റെ ബേസ് പ്രൈസ് ഇട്ടേക്കുന്നത് 6.25. അതിൻ്റെ മേലോട്ട് വിളിയുണ്ടെങ്കിൽ വിളി പോവും. നമ്മൾ ഇട്ടേക്കുന്ന വില ഇതാണ്. അതെ. ബേസ് പ്രൈസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇല്ലല്ലോ. ഓക്കെ.
വേറെ പറയത്തക്ക അപാകതകളൊന്നും ഇല്ലല്ലോ ഈ വണ്ടിക്ക്? ഇത് 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ടിയാഗോ ഓട്ടോമാറ്റിക് ഉണ്ട്. അത് എത്ര ഓടിയതാ? അത് 18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമ്മുടെ എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര ഇതിൻ്റെ? സെക്കൻഡ് ഓണറായി. ഈ ആക്സസറീസൊക്കെ നല്ല രീതിയിൽ ആക്സസറീസ് ചെയ്ത വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ആക്സിഡൻ്റ് ഇല്ല. ഇല്ല. ക്ലെയിംസ് മൈനർ ക്ലെയിംസ് ഉണ്ട്. പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. റീപെയിൻറ്റ് വന്നിട്ടുണ്ട്. റീപെയിൻ്റ് ഉണ്ട്. വണ്ടി ഓട്ടോമാറ്റിക് 18,000 കിലോമീറ്റർ XZ A+ ഏറ്റവും ടോപ്പ്. 9 ലക്ഷം രൂപ പുതിയ വണ്ടിക്ക് വില വരുന്നുണ്ട്. ഇപ്പം നമ്മളെത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ ബേസ് പ്രൈസ് ഇട്ടേക്കുന്നത് 5,10,000. 5,10,000. അപ്പോൾ ഒരു റൗണ്ട് 5 ലക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ആളില്ല, വിളിക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ അവർ വരുന്ന കസ്റ്റമർ ഒരു പ്രൈസ് പറഞ്ഞാൽ നമ്മളത് കോട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എടുക്കൂലേ? അതെ അതെ അതെ. ഓക്കെ, മാന്യമായൊരു വിലയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആരും വിളിക്കാനില്ലെങ്കിൽ ആ വന്ന ആൾക്കൊരു ഭാഗ്യമായിരിക്കും. ഇത് ടാറ്റ നെക്സോൺ EV നമുക്ക് ഈ ഒരു വെഹിക്കിൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. EV മാക്സ് ആണ്. കൂടിയ കിലോമീറ്റർ കിട്ടുന്ന വണ്ടിയാണ്. 2023 24 3-ാം മാസം രജിസ്ട്രേഷൻ. ഓടിയത് എന്തുവാ? 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 44. ഇത് ഒറ്റ ചാർജിൽ 340 വരെ കസ്റ്റമർ ക്ലെയിം ചെയ്യുന്നുണ്ട്. 400 കമ്പനി പറയുന്നത്. 340. ഇവിടുത്തെ റോഡിൻ്റെ ഒരു രീതിയൊക്കെ വെച്ചിട്ട് കൂടി ഓടി വരുമ്പോൾ ഒരു സ്റ്റൈൽ വെച്ചിട്ട് ചെറിയ ചണക്കുണ്ടല്ലയോ? അത് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബേസ് പ്രൈസ് വരുന്നത് 11,10. ഡുവൽ ടോൺ അല്ലേ? അതെ. ഇത് ടോപ്പിൻ്റെ സൺറൂഫൊക്കെ വരുന്നത്. എത്ര ചോദിക്കുന്നത്? 11,10 ഇതിൻ്റെ ബേസ് വരുന്ന പ്രൈസ്. അതിൻ്റെ മേലോട്ട് വിളിയുണ്ട്, മേലോട്ട് പോകും. അതായത് നമ്മളിവിടെ ഇട്ടേക്കുന്ന വില 11,10. ഓക്കെ. ഈ വണ്ടിയൊക്കെ ഇറങ്ങിയ സമയത്ത് എത്ര കാണും? 19 രൂപ ഉണ്ടായിരുന്നു. അത്ര റേഞ്ച് ഉണ്ട്. 19 20 മേളിലായിരുന്നു, പിന്നെ കുറഞ്ഞിട്ട് 19 ആയത്. അപ്പോൾ പ്രോപ്പർ ഈ ലേലം ബേസ് ചെയ്ത് എവിടെ വരണ്ടേന്നുള്ളത് സാറൊന്ന് പറഞ്ഞു. ഇത് അയത്തിൽ, കൊല്ലം അയത്തിൽ പുളിയത്തുമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. പുളിയത്തുമുക്ക് SR ഓഡിറ്റോറിയത്തിൻ്റെ ചേർന്നുള്ളത്. 18-ാം തീയതി അല്ലേ? 17 ആകുമ്പോഴത്തേക്ക് അതിന് മുന്നേ നമുക്ക് ഒരു ഫോൺ വിളിച്ചൊരു രജിസ്ട്രേഷൻ ചെയ്ത് വെക്കണം. കാര്യം നമുക്ക് ആളിനനുസരിച്ച് അറേഞ്ച് ചെയ്യാനായിട്ട്. അല്ല, അതിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഏതൊരു വണ്ടി എടുക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കുമല്ലോ. നമ്പരൊന്നും നമ്മൾ കാണിച്ചിട്ടുമില്ലല്ലോ. ഇല്ല, വണ്ടി എടുക്കണമെന്നില്ല. അവരിപ്പം രജിസ്ട്രേഷൻ വിളിച്ച് പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു നമ്പർ അലോട്ടാക്കും. ഈ ഓപ്ഷൻ 1 2 3 എന്ന് പറഞ്ഞ നമ്പർ അലോട്ടാക്കും. അവർ വരുമ്പോഴത്തേക്ക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നേ ഏതെങ്കിലും വണ്ടികൾ വരുമ്പം ലേലം വിളിക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. വിളിക്കണ്ടെന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചു കിട്ടും. പോകുമ്പോൾ തന്നെ പൈസ തിരിച്ചു കൊണ്ടുപോകാം. 20,000 രൂപയാണ് അവർ പറയുന്നത്. ഈ ലേലം കണ്ടക്ട് ചെയ്യുന്നത് മുത്തൂറ്റല്ല, ശ്രീറാമാണ്. ശ്രീറാമിൻ്റെ അണ്ടറിലാണ് ലേലം നടക്കുന്നത്. രാവിലെ എത്ര മണിയോട് കൂടി തുടങ്ങും? അവർ 9 മണിയാണ് ടൈം പറഞ്ഞേക്കും. 9 മണി. അപ്പോൾ നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റും കാര്യങ്ങളെല്ലാം ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഒറ്റ ദിവസം പരിപാടിയല്ലേ ഉള്ളൂ? ഒറ്റ ദിവസം പരിപാടി. 2002 സിംഗിൾ ഓണർ, നോൺ AC ആണ്. മാരുതി 800. നോൺ AC. ഇത് ഇഞ്ചക്ടറാണോ? ഇഞ്ചക്ടറാണ്. ഓക്കെ. 2002. 2002-ൻ്റേതായ ക്വാളിറ്റി പ്രതീക്ഷിക്കാവൂ. എക്സ്ചേഞ്ച് വന്ന വണ്ടി അല്ലേ? എക്സ്ചേഞ്ച് എടുത്ത. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസിങ് ആയിട്ടില്ല, വന്നതേ ഉള്ളൂ. എന്നാലും ഒരു ഊഹം പറ, സാറിന് അറിയാമായിരിക്കും. ഒരു 30 above വരും. 30 above. ഓക്കെ. വേറെ പെയിൻറ്റ് നോക്കിയിട്ട് കൊള്ളാം. നല്ല പെയിൻറ്റ് വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ഈ യൂസ്ഡ് കാറിൽ ശ്രദ്ധിക്കാനുള്ളത്, യൂസ്ഡ് കാറിൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ലേലം 17-ാം തീയതി ആണല്ലോ. 17-ാം തീയതിക്കുള്ളിൽ ഏതെങ്കിലും സെയിൽ നടക്കുവാണെങ്കിൽ അത് വിളിച്ച് ചോദിച്ചിട്ടേ വരാവൂ. യൂസ്ഡ് കാറിന് വേണ്ടി വരുവാണെങ്കിൽ. കാര്യം യൂസ്ഡ് കാർ എപ്പോഴും കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഈ ടൈപ്പ് ഇത് നമ്പേഴ്സ് ഉള്ള വണ്ടികൾ. ടെസ്റ്റ് ഡ്രൈവ് വണ്ടി കൊടുക്കില്ല. ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയും ന്യൂ കാറിൻ്റെ അതും കൊടുക്കില്ല. അത് ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കാം. ഇത് നമുക്ക് അങ്ങനല്ല, ഇപ്പം സെയിൽ നടക്കുന്നുണ്ട്, സെയിൽസിൽ ആളുണ്ട്. ഓക്കെ. ഇത് ഇനി പേപ്പറൊക്കെ എത്ര ആളുണ്ട്? 2 years. 2 വർഷം. ഡീസൽ 2010 ഇത് റീടെസ്റ്റ് കഴിഞ്ഞതാണ്. ഇത് വെർണ ട്രാൻസ്ഫോം എന്ന് പറയുന്ന കാറാണ്. ഇത് നോർമൽ വെർണയല്ല. പെട്രോളോ ഡീസൽ? ഡീസൽ. 170 ഓടിയിട്ടുണ്ട്. ടൈമിങ് ചെയിനൊക്കെയോ എല്ലാം കമ്പനിയിൽ തന്നെ ചെയ്ത് വൃത്തിയാക്കിയുള്ള വണ്ടിയാണ്. പക്ഷേ ഓണർഷിപ്പ് 5th ആണ്. ഓണർഷിപ്പ് കൂടി 5ാമത്തെ ഓണർഷിപ്പ്. ഒരു ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ പക്ഷേ കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഓടിക്കാനും നല്ല നീറ്റാണ്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഒന്നും കുഴപ്പമില്ല, അതൊക്കെ വൃത്തിയാണ്. ടയർ ഒരു ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല.
എത്ര ചോദിക്കുന്നത്? ഇത് അറൗണ്ട് 1 lakh ആണ്. 1 lakh ബേസ് പ്രൈസ് വരും. അതിൻ്റെ മേലോട്ടേ പോകത്തുള്ളൂ. ഒരു 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എടുക്കാവുന്നൊരു വണ്ടി. ഇത് മൈലേജ് ഇപ്പോൾ ഡീസലാകുമ്പോൾ അത്യാവശ്യം കാണുമോ? 18 ഒക്കെ വരും. ആ റേഞ്ച് വരും. നിസാൻ്റെ മാഗ്നേറ്റ് എന്ന് പറയുന്ന വാഹനമാണ് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. 360 ക്യാമറ എല്ലാം വരുന്നത്. 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടർബോ എഞ്ചിനാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഏറ്റവും ടോപ്പോ? അതെ. ഈ വണ്ടിക്കകം കൊള്ളാം. മാനുവലാണ്. നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്ത് അതിൻ്റെ നീറ്റായിട്ട് തന്നെ വണ്ടി ഇരിക്കും. മാനുവൽ ടർബോ വരുന്ന വാഹനമാണ്. AC വെൻ്റെയൊക്കെ ഒക്കെ ബാക്ക് സീറ്റിലും വരുന്നുണ്ട്. ടയേഴ്സൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. നല്ലൊരു അലോയ് വീലുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 5,50,000 ആണ്. ഇതിൻ്റെ ബേസ് പ്രൈസ് വരുന്നത്. അതിൻ്റെ മേളിലോട്ട് വെളിയിൽ പോകാം. 5,50,000. ഇതിനൊക്കെ ഫുൾ ഫിനാൻസ് കിട്ടുന്നതാണ്. മൈലേജ് എന്താണ്? സർവീസാണ്. ഇതൊരു 15 ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 15. 2013 ഹോണ്ട അമേസ് മുത്തൂറ്റിൻ്റെ പേരിലുള്ള വാഹനമാണ്. ഇതൊരു സർവീസ് സെൻറ്ററിൽ, ഹോണ്ടയുടെ സർവീസ് സെൻറ്ററിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എന്ത് ഓടിയിട്ടുണ്ട്? 170 ഓടിയിട്ടുണ്ട്. ടൈമിംഗ് ചെയ്യാനൊക്കെ എല്ലാം കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. അപ്പം എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ ബേസ് പ്രൈസ് 2,25,000 രൂപയാണ്. 2,25,000. ഡീസൽ ഓർ പെട്രോൾ? ഡീസൽ. മൈലേജ് ഈ പറഞ്ഞ പോലെ 17-18. ഇത് 20 മേളിൽ മൈലേജ് ഉണ്ട്. കിട്ടുമോ? ഡീസൽ. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഗ്ലാസ് ഇല്ല. റീപ്ലേസസ് ഇല്ല. ഇതൊക്കെ നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇതിനും അപ്രോക്സിമേറ്റ് 2,4 ലോൺ കിട്ടും. പിന്നെ ഈ പ്രൈസിങ് പറഞ്ഞത് ഇതിൻ്റെ ബേസ് പ്രൈസാണ്. ഇതിനെ വിളിക്കാൻ ആളുണ്ടെങ്കിൽ പ്രൈസ് കയറിപ്പോകും. നമുക്ക് ഇതിൽ ലേലത്തിൽ കയറൂലേ? വിളിക്കാനുണ്ടെങ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ലേലത്തിൻ്റെ കാര്യം മറക്കണ്ട. എത്രയും പെട്ടെന്ന് വിളിച്ചോ. നല്ല നല്ല വണ്ടികളാണ് കിടക്കുന്നത്. ഇപ്പം ഓടിയ വണ്ടികളായിട്ട് കാണിച്ചു തന്ന വണ്ടികളും നല്ല വണ്ടികളായിരുന്നു. 800 ഒഴിച്ച് 800 കിടക്കത്തില്ല, അത് പോവും. പക്ഷേ ബാക്കിയുള്ള വണ്ടികളൊക്കെ കാണാൻ നല്ല വണ്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കോൾസ് വരും. എത്രയും പെട്ടെന്ന് വേണ്ടുന്ന വണ്ടികൾ കോൺടാക്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോവുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.